ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മെഡിക്കൽ ഫോട്ടോഗ്രാഫർ 2021 മെയിൻ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൻ്റെ 10th ലെവൽ മെയിൻസ് ആണ്. ഇൻസേർട്ട് ദ കറക്റ്റ് ആർട്ടിക്കിൾസ് ഫോർ ദി ബ്ലാങ്ക്സ്. ഐ ഓൺലി ഹാവ് ഡാഷ് അവർ മേ ബ്രേക്ക് ടു ഫിനിഷ് ഓഫ് മൈ വർക്ക്. ഇതിൽ നമ്മൾ വവൽ സൗണ്ടിന് മുമ്പ് ആന് ചേർക്കണം. കൺസണൻറ്റ് സൗണ്ട് ആണെങ്കിൽ എ ചേർക്കുക. ഇപ്പോൾ ഇവിടെ അവർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പിൽ ആനാണ് വരുന്നത്. അവറിന് മുമ്പിൽ ആന്, ഹാഫിന് മുമ്പിൽ എ. എച്ച് സൈലൻ്റ് ആയതുകൊണ്ടാണ് അവറിന് മുമ്പിൽ ആൻ ചേർക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. പിന്നെ വ്യത്യസ്തമായിട്ട് ചോദിക്കുന്നതാണ് ആൻ MLA എന്നാണ് വരുന്നത്. അതും അതല്പം വ്യത്യസ്തമായിട്ട് ചോദിക്കാറുള്ളതായിട്ടാണ്. ആൻ MLA എന്നാണ് വരുന്നത്. എം എന്ന് പറയുമ്പം പ്രൊനൗൺസിയേഷൻ വരുമ്പം എം എന്ന് വരുമ്പോൾ വവൽ സൗണ്ടാണ് വരുന്നത്. അങ്ങനെ ആൻ MLA എന്നാണ് വരുന്നത്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ, ചേഞ്ച് ദ ഗിവൺ സെൻറ്റൻസ് ടു പാസീവ് വോയിസ്. ആൻ അൺഈസി സൈലൻസ് സക്സീഡഡ് ദ പിസ്റ്റൽ ഷോട്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് തന്നിരിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 ആണ് വരുന്നത്. അപ്പം വാസ് അല്ലെങ്കിൽ വേർ വരുന്ന ഒറ്റ ഓപ്ഷൻ ഇതിനകത്തുള്ളൂ. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 ആണ് വരുന്നത്. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 ആണ് വരുന്നത്. വാസ് ഓർ വെയർ പ്ലസ് V3 ആണ് വരുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഒറ്റ ഓപ്ഷനുള്ള അങ്ങനെ തന്നെ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും. റിപ്പോർട്ട് ദി ഗിവൺ ക്വസ്റ്റ്യൻ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ്. വിച്ച് ഓഫ് യു നോസ് ഹൗ ടു മേക്ക് ദ ചിക്കൻ സ്റ്റൂ, സെഡ് ദ ചീഫ് കുക്ക്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്നതിൻ്റെ പകരം സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് എന്ന് ഉപയോഗിക്കണം. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കുള്ള സെൻറ്റൻസ് ആണ്, അതായത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വെർബ് പ്ലസ് സബ്ജക്റ്റിന് പകരം സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് എന്ന് വരും. അങ്ങനെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. ദ ചീഫ് കുക്ക് ആസ്ക്ഡ് വിച്ച് ഓഫ് ദം ന്യൂ ഹൗ ടു മേക്ക് ചിക്കൻ സ്റ്റൂ. ഇതിൽ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് വരുന്ന ഒറ്റ ആൻസറേ വരുന്നുള്ളൂ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. Next one, choose the correct preposition to fill the blanks. He has been working here dash 3 years now and the company has made rapid progress dash he joined there. ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഫോർ എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു. ഫോർ നമ്മൾ പീരീഡ് ഓഫ് ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫോർ യൂസ് ചെയ്യുന്നത്. ഫോർ യൂസ് ചെയ്യുന്നത് പീരീഡ് ഓഫ് ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഫോർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 years എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമാണ്. ഇപ്പോൾ 4 3 years 4 10 years അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ 4 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റിൽ വരുന്നത് 4 ആണെന്ന് മനസ്സിലായി. പിന്നീട് സിൻസ് എന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് ടൈം. സിൻസ് യൂസ് ചെയ്യുന്നത് പോയിൻ്റ് ഓഫ് ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് സിൻസ് യൂസ് ചെയ്യുന്നത്. പോയിൻ്റ് ഓഫ് ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ 2 കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. 4 വന്നാൽ പീരീഡ് ഓഫ് ടൈം, അതിന് എക്സാമ്പിളാണ് 4 3 years 4 10 years 4 10 centuries അങ്ങനെയൊക്കെ വരുന്നത് 4 എക്സാമ്പിളാണ്. സിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് ഓഫ് ടൈമാണ്. എന്താണ്, സിൻസ് 1997, സിൻസ് മൺഡേ, സിൻസ് ട്യൂസ്ഡേ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സിൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് വരും 4. He has been working here for 3 years now and the company has made rapid progress since he joined there. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Put the correct question tag for the sentence. He hardly ever makes a mistake. ഇതിൽ ഹാഡ്ലി എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ ടാഗിനകത്ത് നമുക്ക് നോട്ടിൻ്റെ ആവശ്യമില്ല. മേക്സ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് മേക്ക് ആണ് മേക്സ്. അപ്പോൾ നമുക്ക് ഡസ് ഹി എന്നാണ് ആൻസർ വരുന്നത്. ഡസ് ഹി. നെക്സ്റ്റ് വൺ,
വൈ ഡു യു കോൾ എ പേഴ്സൺ ഹൂ നെവർ ഡ്രിങ്ക്സ് ആൽക്കഹോൾ? ആൽക്കഹോൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ആളാണ് ടീ ടോട്ടലർ. എ പേഴ്സൺ ഹൂ നെവർ ഡ്രിങ്ക്സ് ആൽക്കഹോൾ ആരാണ്? ടീ ടോട്ടലർ. നെക്സ്റ്റ് വൺ, ഗിവ് ദ ആൻറ്റോണിം ഓഫ് ദി വേർഡ് ലയബിലിറ്റി. ലയബിലിറ്റിയുടെ ഓപ്പോസിറ്റ് എന്താ? അസെറ്റ്. ഇൻസേർട്ട് ദ കറക്റ്റ് വെബ് ഫോർ ദി സെൻറ്റൻസ്. എയ്തർ ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഡാസ് സ്കോർ ഗുഡ് മാർക്സ്. ഇവിടെ എയ്തർ ഓഫ് ദി കാൻഡിഡേറ്റ്സ്, അപ്പം നമ്മൾ ഓഫിൽ എൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിന് എയ്തർ ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് പ്ലൂറൽ നൗൺ, പിന്നീട് വരേണ്ടത് സിംഗുലർ വെർബാണ് വരേണ്ടത്. അതായത് ഓഫിൽ എൻഡ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. എയ്തർ ഓഫ്, ഈച്ച് ഓഫ്, നെയ്തർ ഓഫ്, ഗ്രൂപ്പ് ഓഫ്, എവരി വൺ ഓഫ്, അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. ഓഫിൽ എൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പിന്നെ എക്സ്ട്രാ ഉള്ളത് വൺ എമംഗ് ദി, 1 and a half, 1 among the, 1 and a half. ഇത്രയും കാര്യങ്ങളുടെ കൂടെ പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് വരുന്നത്. അതായത് ഓഫിൽ എൻഡ് ചെയ്യുന്ന സംഭവങ്ങളുടെ കൂടെയും പിന്നെ 1 among the, 1 and a half അതിൻ്റെയും കൂടെ പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് വരുന്നത്. ഇവിടെ സിംഗുലർ വെർബ് വരുന്ന ഏതൊക്കെയുണ്ട്? ഹാസും ഉണ്ട്, ഈസും ഉണ്ട്. ഈസ് വന്നു കഴിഞ്ഞാൽ ING വരുമെന്ന് നമുക്കറിയാം. ഹാസ് വന്നു കഴിഞ്ഞാൽ എന്താ? ഹാസ് പ്ലസ് V3 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ സ്കോർ, സ്കോർഡ്, സ്കോർഡ്. അപ്പം ഇത് V3 ഫോമിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഹാസ്. ഗിവ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഇഡിയം ബിൽഡ് കാസിൽ ഇൻ ദ എയർ. ബിൽഡ് കാസിൽ ഇൻ ദ എയറിൻ്റെ അപ്രോപ്രിയേറ്റ് മീനിങ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? മേക്ക് ഫൂളിഷ് കാൽക്കുലേഷൻ. ബിൽഡ് കാസിൽ ഇൻ ദ എയർ, മേക്ക് ഫൂളിഷ് കാൽക്കുലേഷൻ. വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ്? ഏതാണ് കറക്റ്റ് സ്പെൽറ്റ് വേർഡ്? ഇൻഡസ്ട്രിയസ്. ഇൻഡസ്ട്രിയസ്, INDUSTRIOUS, ഇൻഡസ്ട്രിയസ്. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.